എന്തുകൊണ്ട് നമ്മൾ തോറ്റുപോയി, അർജന്റീന എന്തുകൊണ്ട് ഫൈനലിൽ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംഘം റഗ്ബി കളിക്കാരെയും ഗുസ്തിക്കാരെയും കൊണ്ട് സത്യം പറഞ്ഞാൽ ഗുണ്ടകളും യൂണിയൻകാരും തരുന്നത് പോലെയാണ് അർജന്റീന ടീം വരുന്നത്. എല്ലാ എണ്ണത്തിനെയും പിന്നിൽ നിന്ന് ഓട്ടുക, വെട്ടിക്കുത്തിയിടുക, ഇതൊക്കെയാണ് അവന്മാരുടെ ഒരു കളിയുടെ സ്റ്റൈല്. ലയണൽ മെസ്സിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്. എങ്കിൽ പോലും അർജന്റീനയിലെ ഒരു താരങ്ങളുണ്ടല്ലോ, അവന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. സത്യം പറഞ്ഞാൽ പലരെയും കോമാളി എന്ന് വിളിക്കുന്ന അവന്മാർ ഇന്നലെ ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞ് കാണിച്ച കോമാളിത്തരത്തിന് ആർക്കും ഒന്നും പറയാനില്ലല്ലോ. കളിച്ചു തോപ്പിക്കാൻ വയ്യെങ്കിൽ ഇടിച്ചു തോപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് അർജന്റീൻ ഫുട്ബോൾ ടീം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വയലൻസിന്റെ ജീൻസ് എന്നൊക്കെ വേണമെങ്കിലും പറയാം. ഈവൻ ലയണൽ മെസ്സി പോലും ഇന്നലെ കാണിച്ചത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. കുക്കറയിലെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മെസ്സി ഒന്നും ഇന്നലെ ചിത്രത്തിലേ ഇല്ലായിരുന്നു. മെസ്സിക്ക് ഏത് കണ്ടീഷനും തന്റേതാക്കി മാറ്റാൻ കഴിയുമെന്നാണ് പൊതുവെ ആരാധകരുടെ ഒരു അവകാശവാദം. പക്ഷെ ഇന്നലെ ലയണൽ മെസ്സി ഒന്നും ചിത്രത്തിലേ ഇല്ലായിരുന്നു. അവസാനമാണ് ലയണൽ മെസ്സിയെ കണ്ടത്. അതിനു മുമ്പ് കണ്ടത് കുക്കറയിലേക്ക് കാർഡ് വേണമെന്നും പറഞ്ഞ് ക്ലെയിം ചെയ്യുമ്പോഴായിരുന്നു മെസ്സിയെ കണ്ടത്. അതിനു മുമ്പ് റഫറി അർജന്റീനയെ സഹായിച്ചില്ല, സ്പെയിനെ സഹായിച്ചു എന്ന തരത്തിലൊക്കെ ചില ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇത്രയും നാൾ റഫറിയുടെ വഴിവിട്ട സഹായം കിട്ടിയതുപോലെ ഇന്ന് കിട്ടിയില്ല എന്നതുകൊണ്ടായിരിക്കും. കിട്ടിയില്ല എന്നൊന്നും പറയത്തില്ല. എങ്ങനെങ്കിലും പെനാൽറ്റി ബോക്സിൽ വീണിട്ടായിരുന്നെങ്കിൽ 2 പെനാൽറ്റിയൊക്കെ കിട്ടിയേനെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, പെനാൽറ്റി ബോക്സിലേക്ക് അർജന്റീനയെ കടത്തി വിടണ്ടേ സ്പെയിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. സോ അർജന്റീനയ്ക്ക് പന്തുമായിട്ട് പെനാൽറ്റി ബോക്സിലേക്ക് വന്നായിരുന്നെങ്കിൽ എങ്ങനെങ്കിലും ഡൈവ് ചെയ്തിട്ടായാലും ഒരു പെനാൽറ്റി ഒക്കെ കൊടുക്കായിരുന്നു. റഫറി സ്പെയിന് വേണ്ടി വിസിലൂതി എന്നൊക്കെ പറയുന്നവന്മാര് ബ്ലൈൻഡ്സ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്നലെ ഫൈനൽ മത്സരത്തിൽ പോലും അർജന്റീനയ്ക്ക് വഴിവിട്ട സഹായങ്ങൾ ഒരുപാട് കിട്ടിയിരുന്നു. ഇപ്പം നമ്മൾ ലയണൽ മെസ്സിയെ ഓർത്തിട്ട് അത് വേണ്ടാന്നൊന്നും പറയേണ്ട കാര്യമില്ല. ലയണൽ മെസ്സിക്കും അർജന്റീനയ്ക്കും ഇന്നലെയും റഫറിയുടെ ഭാഗത്തു നിന്നും വഴിവിട്ട സഹായങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻസോ ഫെർണാണ്ടസ് മാത്രമൊന്നും അല്ലായിരുന്നു ചുവപ്പ് കാർഡ് അർഹിക്കുന്നത്. റൊമേറോയും പരേഡസും ഒക്കെ രണ്ടാമത്തെ യെല്ലോ കാർഡ് കണ്ട് ചുവപ്പ് വാങ്ങിച്ച് പുറത്തു പോകേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് പോലും റഫറി പലതവണ അവരെ സംരക്ഷിക്കുന്നതാണ് കണ്ടത്. പിന്നെ വാർ എന്തുകൊണ്ട് 2 തവണ ചെക്ക് ചെയ്തില്ല എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ആദ്യ പകുതിയിൽ തന്നെ സ്പെയിൻ ലീഡ് എടുക്കേണ്ടതായിരുന്നു. തൊട്ട് മുമ്പ്, അതായത് പെനാൽറ്റി ബോക്സിന്റെ തൊട്ട് മുമ്പിൽ വെച്ച് ഫൗൾ ചെയ്തതിന്റെ പേരിൽ വാറും ഇല്ല, കാർഡും ഇല്ല, ഒരു തേങ്ങയില്ല. അത് ഡയറക്റ്റ് അത് ഗോളാവേണ്ടതായിരുന്നു. സോ റഫറി സ്പെയിനെ സഹായിച്ചു എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ പോലും റഫറിയുടെ വഴിവിട്ട സഹായത്തിന്റെ സുഖം അർജന്റീന ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു ട്രാക്കിൽ കൂടി ദുർബലരായിട്ടുള്ള ടീമുകൾക്കെതിരെ മാത്രം കളിച്ച് വിജയിച്ചു വന്ന അർജന്റീന ഫൈനലിൽ നല്ലൊരു എതിരാളിയെ കിട്ടിയപ്പോൾ അവരെയും തോൽപ്പിക്കുമായിരുന്നു. 100% ഉറപ്പാണ്. പെനാൽറ്റി ബോക്സിനകത്തേക്ക് അർജന്റീൻ താരങ്ങൾ പന്തുമായിട്ട് വന്നിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഡൈവ് ചെയ്തിട്ടൊരു പെനാൽറ്റി വാങ്ങിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ലിറ്ററലി പരാജയപ്പെട്ടതിന്റെ പേരിൽ റഫറി മാന്യമായിട്ടാണ് മത്സരത്തിന്റെ വിധി എഴുതിയതെന്ന് പറയാനൊന്നും പറ്റത്തില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ മത്സരത്തിലും അർജന്റീനയ്ക്ക് റഫറിയുടെയും ഫിഫയുടെയും വഴിവിട്ട സഹായങ്ങൾ കിട്ടി. അതിനെയും കൂടി മറികടന്നിട്ടാണ് സ്പെയിൻ കിരീടം നേടിയത് എന്നുള്ളത് എടുത്തു പറയണം. എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ചോദ്യത്തിന് ഒരു കൂട്ടം ഗുസ്തിക്കാരെയും യൂണിയൻകാരെയും ഗുണ്ടകളെയും കൊണ്ട് എല്ലാ തവണയും കൈക്കരുത്തുകൊണ്ട് വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ റഫറിയുടെ സഹായം വഴിവിട്ട് കിട്ടിയാൽ പോലും ചില സമയത്ത് എതിരാളികൾ അറിഞ്ഞ് കളിച്ച് കഴിഞ്ഞാൽ റഫറിക്ക് പോലും അനുതാപം കാണിക്കുന്നതിൽ പരിമിതികൾ സൃഷ്ടിച്ചാൽ അർജന്റീന തോക്കും. അതാണ് ഇവിടെ കണ്ടത്. സോ ഫൈനലിലാണ് തോറ്റുപോയത് എന്ന് പറയുമ്പം ഫൈനൽ വരെ എങ്ങനെ എത്തി എന്നുള്ളതും ഫൈനലിൽ എങ്ങനെ കളിച്ചു എന്നതും ഫൈനലിൽ എത്രമാത്രം വഴിവിട്ട സഹായങ്ങൾ കിട്ടി എന്നതും കൂടി പറയണം. സോറി ഫോർ ലയണൽ മെസ്സി ഇന്നലത്തെ ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം ലയണൽ മെസ്സി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. റഫറിക്കും സഹായങ്ങളാവോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള വസ്തുത മെസ്സിക്കും സഹായങ്ങളാവോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള വസ്തുത മറച്ചു വെക്കാൻ കഴിയില്ല. ഇന്നലത്തെ, അതായത് ഫൈനൽ മത്സരത്തിൽ മെസ്സി ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു ഷോട്ട് തീർത്തത് ലയണൽ മെസ്സിയാണ്. മെസ്സിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അമാനുഷികനാണ്, ഏത് സാഹചര്യങ്ങളും തൻ്റേതാക്കി മാറ്റാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന ലയണൽ മെസ്സിക്ക് മുന്നിലേക്ക് നല്ലൊരു പ്രതിരോധം വന്നപ്പോൾ പണി പാളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പല ആളുകൾക്കും ഇത് കാണുമ്പോൾ പൊട്ടും. ഒന്നാമതേ എൻ്റെ സംസാരം 2-3 ദിവസമായിട്ട് ശരിയല്ല. 2 ദിവസം കറക്റ്റായിട്ട് യോഗയും കാര്യങ്ങളും ചെയ്തതാണ്. ഇന്നലെ ഒന്ന് ഡ്രോപ്പ് ആയി പോയി. അത് വളരെ വലിയൊരു മിസ്സാണെന്ന് എനിക്കറിയാം. സോ വീണ്ടും ഒന്ന് കുളിച്ചിട്ട് കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്തിട്ട് കുറെ ആളുകൾ പറയുന്നുണ്ട് യോഗ വർക്കൗട്ട് ഇതൊന്നും ഈ സ്പോർട്സിന്റെ കൂടെ കറക്റ്റായിട്ട് പോകത്തില്ല. സോ എനിക്കത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം. ബോഡിയൊക്കെ വീക്കായി സെറ്റാക്കണം.